ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ബൈക്ക് അധികം ഓടിക്കുന്ന ആൾക്കാർക്ക്, അതേമാതിരി റബ്ബർ ടാപ്പിങ്ങിൻ്റെ ആൾക്കാർ, പശുവിനെ കറക്കുന്ന ആൾക്കാർ, അങ്ങനെ ചെറിയ ജോലികൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നതുള്ളത്. പ്രധാനമായിട്ടും പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിന്, തൈറോയിഡിൻ്റെ അസുഖങ്ങൾ, പ്രഗ്നൻസി, അല്ലെങ്കിൽ ഇപ്പോൾ പല ആളുകൾക്കുള്ളൊരു കാര്യങ്ങളാണ് മൊബൈൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ടൈപ്പിംഗ് കൂടുതൽ വരിക. പലപ്പോഴും കാർപ്പൽ ടണൽ തന്നെ തുടങ്ങുന്നത് വളരെ ചെറിയ രീതിയിലായിരിക്കും. ചില ആളുകൾക്ക് കുറേ ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രം ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് നേരം കൈ വിടേണ്ടി വരും. പിന്നെ വേറെ ചില ആളുകൾക്ക് ആദ്യം ഇത് വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ, പിന്നെ അതങ്ങനെ ചെറിയ ഡ്രൈവിങ്ങിന് തന്നെ വരും. ബസ്സിലൊക്കെ കയറിയിട്ട് അതിൻ്റെ കമ്പി പിടിക്കുമ്പം ആദ്യത്തിലൊക്കെ നമുക്ക് 2-3 മണിക്കൂർ നിന്ന് യാത്ര ചെയ്താലും കുഴപ്പമില്ല. പിന്നെ അരമണിക്കൂർ, അല്ലെങ്കിൽ ചിലപ്പം ബസ്സിൽ കയറി 10 മിനിറ്റിൽ തന്നെ പിടിച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുകളും വരും. പിന്നെ കൈ ഒന്ന് ആകെ തരിച്ചു പോയി, കുറച്ച് നേരം നമ്മൾ വിട്ടു, മറ്റേ കൈ കൊണ്ട് പിടിച്ചിട്ട് പിന്നെ ശരിയാവും എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് കാർപ്പൽ ടണൽ പലപ്പോഴും തുടങ്ങാറുള്ളത്. പിന്നെ അതേമാതിരി റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആൾക്കാർ ആദ്യം അവർക്ക് ഫുള്ള് ബ്ലോക്ക് ടാപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറയും. പിന്നെ അവർക്ക് കത്തി പിടിക്കുമ്പോഴേക്കും കുറച്ച് നേരം വിടണം എന്ന് പറയും. പിന്നെ അവർ തീരെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരും. വളരെ അപൂർവമായിട്ട് ചില ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴും കൂടി, അത്ര ചെറിയ ജോലി ചെയ്യുമ്പോഴേക്കും കൂടി, ഇപ്പോൾ ഒരു പൊറാട്ട ഒന്ന് പീസ് ആക്കണം എന്ന് പറയുമ്പോഴേക്കും കൂടി കൈ തരിപ്പ് എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ട്.